എന്റെ കുഞ്ഞെ, നീ ഒന്ന് വായടയ്ക്ക്. അവനാ മൂർത്തി ഒന്ന് വിളിക്കട്ടെ. അവനെ മുറിക്കകത്ത് നിന്ന് പുറത്തിറക്കുകയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ആ ഒരു കാര്യം ആദ്യം നടക്കട്ടെ. അല്ലെങ്കിലും ഞാൻ എന്നിവിടെ ഒരു അധികപ്പറ്റാണല്ലോ. എന്റെ വാക്കുകൾക്കും ആരും വില കൊടുക്കാറുമില്ലല്ലോ. ഞാൻ അന്നേ പറഞ്ഞതാ, വാക്കിന് വിലയില്ലാത്ത വക്കീല് പണി പഠിച്ച പെണ്ണിനെ ഒന്നും എന്റെ അനിയന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടെന്ന്. കേട്ടില്ലല്ലോ. നീ ഒന്ന് വായടയ്ക്ക്. ആദ്യം മൂർത്തി ഒന്ന് വിളിച്ചിറക്കട്ടെ. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുതേ മോളെ. ഇപ്പൊ ഞാനാണല്ലോ ഇവിടുത്തെ പ്രശ്നം. മൂർത്തി, വാതിൽ തുറക്കാനാ പറഞ്ഞേ. വാതിൽ തുറക്കുന്നില്ല അച്ഛാ. മൂർത്തി, എന്താ വക്കീല് വിളിച്ചിട്ടും പ്രതി വാതിൽ തുറക്കുന്നില്ലേ? ഞാൻ വക്കീലായതുകൊണ്ടാണോ നിങ്ങളുടെ അനിയൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വാതിലടച്ച് കുറ്റിയിട്ടിരുന്ന ആളെ പേടിപ്പിക്കുന്നേ? മോളെ, ഇവൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നീ മൂർത്തിയെ വിളിച്ച് വാതിൽ തുറക്കാൻ പറ. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ. ഇങ്ങനെ മുറി അടച്ചിരുന്നിട്ട് അവന് എന്ത് കിട്ടാനാ? മൂർത്തി, മൂർത്തി, അരുണയാ പറയുന്നേ വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാനാ പറയുന്നേ. കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം? കണ്ടില്ലേ സ്വന്തം ഭർത്താവിനെ പേര് വിളിക്കുന്നു? അതെങ്ങനാ? കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒപ്പല്ലേ സഹവാസം? ആ കൊണം കാണിക്കാതിരിക്കില്ലല്ലോ. ദുർഗേച്ചി, എന്താ നിങ്ങളുടെ പ്രശ്നം? ഇപ്പൊ എന്റെ പ്രശ്നം എന്റെ അനിയന്റെ ജീവിതം നശിപ്പിച്ചതില്ല. അതിന് തിരിച്ചോടിക്കാൻ പറ്റില്ലല്ലോ. ആ അനിയനകത്ത് വാതിലും പൂട്ടിയിരിക്കുന്നെ എന്തിനാന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഓടിപ്പടിച്ച് വന്നിരിക്കുന്നെ. അനിയൻ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോന്ന് അറിയാനല്ലേ നിങ്ങൾക്ക് താല്പര്യം? അവന്റെ ഭാര്യയെ എങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാന്നല്ലേ നിങ്ങൾ നോക്കുന്നേ? ഒരു സ്കൂളിന്റെ മാനേജർ അല്ലേ ദുർഗേച്ചി? ഇത്രയും തരം താഴ്ന്നു പോകരുത്. കേട്ടില്ലേ അച്ഛനും ഇത് കേട്ടില്ലേ? എന്റെ പ്രൊഫഷനെ അവള് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ഇനി ആര് ചത്തെന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് വരികയില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. മൂർത്തിയെ വിളിച്ച് വാതിൽ തുറക്കാൻ പറ. ചുമ്മാ ആളെ പേടിപ്പിക്കാനായിട്ട് അവൾ എന്തിനകത്ത് കയറിയിരിക്കുന്നത്? എന്ത് ചെയ്യാനാ? അകത്ത് കുനിഞ്ഞിരുന്ന് കരയായിരിക്കും. ഇത് നമ്മള് കുറച്ചു കാലമായിട്ട് കാണുന്നല്ലേ അച്ഛാ?